ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് യോഗ ഡേ അല്ലേ, അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. മക്കൾ കുറച്ച് രാവിലെ, എനിക്കറിയില്ല കേട്ടോ യോഗ ചെയ്യാനൊന്നും, അവർ സ്കൂളിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ് വെച്ചിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി ചെയ്തതാണ് കേട്ടോ. പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ അങ്ങനെ ആവട്ടെ, തുടക്കം എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഫാമിലിയിലേക്ക് കുറേ മെമ്പേഴ്സ് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ ഇത് നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്, കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയാണ്. പിന്നെ ഇത് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം മിനിഞ്ഞാന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള മാവാണ് കേട്ടോ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നല്ല, പൊതുവേ ഇവിടെ രാവിലെ ഭക്ഷണം അങ്ങനെ അധികം കഴിക്കില്ല. 1-2 ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ 2 ചപ്പാത്തി. അത് മക്കളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് മാവുണ്ട്, അതുകൊണ്ട് തട്ടിക്കൂട്ടി കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശക്കല്ല് ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചൂടുള്ള ദോശക്കല്ലിലേക്ക് എണ്ണ ആദ്യം തടവി കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കും, എന്നിട്ട് പിന്നെ എണ്ണ തടവും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ദോശക്കല്ലിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ, പഴയ ദോശക്കല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈ പാനിൽ കിട്ടാനും കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സബോള തേക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു ഇതില്ല. നമ്മൾ ഇതേപോലെ എണ്ണ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കാറ്. അങ്ങനെ ഇത് ദോശയൊക്കെ സെറ്റായി വരുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദോശയിലേക്ക് ഞാൻ ചട്നിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഇന്നലത്തെ സാമ്പാർ കറി ഉണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ദോശ കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ മക്കൾക്ക് അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ജലദോഷം കഫക്കെട്ടും ഒക്കെയാണ് കേട്ടോ. നമുക്ക് കുറേശ്ശൊക്കെ ഇങ്ങനെ മാറി വരുന്നു. ഇപ്പോൾ എൻ്റെതായാലും സൗണ്ടിൻ്റെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചട്നി ഇല്ലാണ്ട് സാമ്പാറും ദോശയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സാമ്പാറായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേഗം ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞതും അപ്പോൾ വേഗം അരി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് 4-മത്തെ പ്രാവശ്യമാണ് കഴുകുന്നത്. അപ്പം ഞാൻ എല്ലാം കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് വല്ലാണ്ട് ലെങ്ത്ത് ഓടിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ തന്നെ കാണിക്കാണ്ട് കുറേശ്ശെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളം ചൂടായതിൻ്റെ ശേഷം ഞാൻ വേഗം അരിയൊക്കെ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കറിയായിട്ട് ഞാൻ ചെറുപയർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ചെറുപയർ കുറച്ച് ഇരിക്കുന്നുണ്ട്, അതിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കേടായി പോവുകയും ചെയ്യും. ചെറുപയർ ഇവിടെ കറി വലിയ താല്പര്യമില്ല കേട്ടോ ആർക്കായാലും. ഇക്കാക്ക് ഇഷ്ടമാണ്. ഇക്കാക്ക് പരിപ്പ്, പയർ, ചെറുപയർ അങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒക്കെ കുത്തി കാച്ചി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിപ്പോൾ പയറായാലും ചെറുപയറായാലും മമ്പയറായാലും ഒക്കെ കുത്തി കാച്ചി കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പയറൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് പയർ വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. സാധാരണ ഞാൻ പയറൊക്കെ വെക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ കേട്ടോ ഞാൻ പരിപ്പ് തലേ ദിവസം കുതിർത്ത് വെക്കാറുണ്ട്. ഇതിപ്പോൾ എന്ത് കറി വെക്കുന്നിങ്ങനെ ആലോചിച്ച് ഒന്നും കിട്ടാണ്ടായപ്പോഴാണ് ഇവിടെ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച പാത്രങ്ങളൊക്കെ നോക്കിയപ്പോൾ ചെറുപയർ, ഗ്രീൻ പീസ്, കടലയൊക്കെയാണ് കേട്ടോ ഇരിപ്പുള്ളത്. അപ്പോൾ എന്തായാലും ചെറുപയർ അങ്ങനെ ഞാൻ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തക്കാളിയും സബോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറടുപ്പത്തുണ്ട്. ചോറടുപ്പത്ത് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ആ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ്. നമ്മുടെ ചോറിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പൊരിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും മീനൊക്കെ വരുന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കി ഇന്നു കേട്ടോ. സംഭവം കിട്ടിയില്ല. പിന്നെ ഒന്നുമില്ല, ഞാൻ വേഗം മാന്തലുണ്ടായിരുന്നു, ഉണക്കമാന്തൽ, അതങ്ങനെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേഗം അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി കുറച്ച് മുളക് പൊടിയൊക്കെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് ഞാനിത് കുക്കറിലേക്ക് തക്കാളിയും സബോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ചതിന് ശേഷമാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് മസാലപ്പൊടിയായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ കുക്കർ ഇപ്പുറത്ത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറും ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്.
അങ്ങനത്തെ കുക്കർ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് മക്കളെയൊക്കെ പുറത്തേക്കൊക്കെ വിട്ട് ട്യൂഷനായാലും അല്ലാതെ പ്രത്യേകിച്ച് ട്യൂഷനാണ് കേട്ടോ. ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്യൂഷൻ ക്ലാസ് എന്നൊക്കെ പറയുന്നത് 7 മണി തൊട്ട് 9 മണി വരെയൊക്കെയാണ് കേട്ടോ. ഇവിടങ്ങളിൽ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങളിൽ രാവിലേക്ക് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ തെരുവ് നായകളുടെ ശല്യം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ ഇപ്പോൾ പേടിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്, അതായത് ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി എല്ലാതും ഉണ്ട് കേട്ടോ. ട്യൂഷൻ ക്ലാസ്സിൻ്റെ ഒരു ഇതുണ്ട് ഓൺലൈനിലായിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കത് ഇനിയിപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊന്നും കിട്ടിയില്ല കേട്ടോ. അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ അടുത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇതിൽ തന്നെ ജോയിൻ ചെയ്യിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ കഴിഞ്ഞ ക്ലാസ്സൊക്കെ. അപ്പോൾ ഈ കൊല്ലം അങ്ങനെ തന്നെ ചേർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞു തരും കേട്ടോ. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് പറ്റിയതായിട്ടുള്ളത് നമുക്ക് എന്താ പറയുക, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ടൈലറിങ് ഉണ്ട്, പിന്നെ റേസിംഗ് ആർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാലിഗ്രാഫി, അറബി, ഇംഗ്ലീഷൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെയൊക്കെ ഫീഡ്ബാക്കൊക്കെ ആൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടണ കാരണമുണ്ട് ഞാനതൊന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആൾ അതിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ, താല്പര്യമുള്ളവർ ഒന്നും ജോയിൻ ചെയ്ത് നോക്കാം. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ട്യൂഷന് വരുന്നത് മന്ത്ലി 500 ആണ് വരുന്നത് കേട്ടോ. അതല്ല ഓരോ കുട്ടികൾക്ക് ഓരോ ടീച്ചർ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ട് കേട്ടോ, അങ്ങനെയും എടുക്കാം. പിന്നെ ഈ എന്താ പറയുക 500 രൂപ പറഞ്ഞില്ലേ, അതായാലും ഒരു ക്ലാസ്സിൽ മിനിമം 15 പേരൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ കുട്ടികളൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലാസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും അതിലൊന്ന് കയറി ജോയിൻ ചെയ്ത് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് ആൾ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ പയറൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ അടുത്തതായിട്ട് മാന്തളാണ് കേട്ടോ. ഉണക്ക മാന്തള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം മാന്തളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മാന്തളം ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം.